കോഴിക്കോട് BJPയുടെ രണ്ടാം ഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 4 വാർഡുകളിലെ തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. ചാലപ്പുറത്ത് സ്വതന്ത്രൻ മത്സരിക്കും എന്നാണ് അറിയുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. കൽപ്പാത്തി തേര് VS രഞ്ജിത്തിന് മിസ്സായി. എന്തൊരു വൈബാണ് ഇവിടെ, എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര കാഴ്ചകൾ. അപ്പോൾ ഈ ചാലപ്പുറത്ത് സ്വതന്ത്രം മത്സരിക്കുമെന്ന് അറിയുന്നു. 4 വാർഡിലെ തർക്കം തീർന്നിട്ടില്ല. BJPയുടെ രണ്ടാം ഘട്ട പട്ടിക കോഴിക്കോട് വരുമ്പോൾ എന്താണ് ചിത്രം VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, BJP വലിയ പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു 45 പേരടങ്ങുന്ന പട്ടിക, അതും വലിയ തർക്കങ്ങളില്ലാത്ത വാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. കെ സുരേന്ദ്രൻ നേരിട്ട് പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട പട്ടിക B ഗോപാലകൃഷ്ണനാണ് പ്രഖ്യാപിക്കുന്നത്. BJPയുടെ കോർപ്പറേഷന്റെ ചുമതല അദ്ദേഹത്തിന് കൂടിയുണ്ട്. അതിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ 4 വാർഡുകളിൽ കൂടി തീരുമാനമാകാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതുവരെ തർക്കം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സിറ്റിംഗ് വാർഡായിട്ടുള്ള ചക്കോരത്തുകുളം ഉൾപ്പെടെ ഈസ്റ്റിയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പാറോപ്പടിയിലും ചേവരമ്പലത്തും പ്രശ്നമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടൂളിയിൽ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ പ്രശ്നമുള്ള 4 വാർഡുകൾ ഒഴികെ മറ്റെല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അതിൽ BJP വലിയ തർക്കമായി നിലനിന്നിരുന്നൊരു വാർഡ് ചാലപ്പുറമാണ്. അവിടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു മത്സരിക്കുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്രകാശ് ബാബുവിന് മത്സരിക്കാനുള്ള അനുമതി സംസ്ഥാന നേതൃത്വം കൊടുത്തിട്ടില്ല. ജില്ലാ അധ്യക്ഷന്മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഇളവ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ചാലപ്പുറത്ത് അവിടെ ഒരു സ്വതന്ത്രൻ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചാലപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ചാലപ്പുറം ഉൾപ്പെടെയുള്ള എല്ലാ വാർഡുകളിലും 4 തർക്ക വാർഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ എന്ന് അറിയാൻ സാധിക്കും. UDF-ഉം LDF-ഉം ഒക്കെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അപ്പോഴും BJPയിലെ 4 വാർഡുകൾ തർക്കമായി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് 10 മണിക്കാണ് BJPയുടെ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുന്നത്.